അപ്പോൾ റിവീൽ ചെയ്യല്ലേ, 10 പേർക്കാണ് ഇത് അയച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ശരി ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 2 വർഷമായിട്ട് നമ്മൾ ഇതിൻ്റെ സാമ്പിൾസ് സ്റ്റോറിൽ വരുന്നവർക്ക് ചെറുങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട്. നമ്മളെ സ്റ്റാഫൊക്കെ ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ശരി ഉത്തരം കുറേ പേര് കമൻറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുക്കുന്ന യമഹ XSR 155 ഈ ഒരു പുതിയ പെർഫ്യൂം വാങ്ങിച്ച ഒരു കസ്റ്റമർ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അറബെല്ല ഫ്രാഗ്രൻസിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് നെയിം പോലും ലോഞ്ച് ചെയ്യും മുന്നേ വാട്സപ്പിൽ കാറ്റലോഗ് ഇട്ടപ്പം അത്രയും പീസുകൾ സെല്ലായി. അൽഹംദുലില്ലാ. 10 പേർക്ക് നമ്മൾ ഈ പുതിയ പെർഫ്യൂം അയച്ചു കൊടുക്കണം. പേര് ദ വില്ലൻ എന്നാണ്. ഈ ഒരു തീം 2024 ഫെബ്രുവരിയിൽ എനിക്ക് കിട്ടിയത്. അതൊരു സ്റ്റോറിയാണ്, അത് പിന്നീട് പറയാം. വില്ലൻ എന്ന് പറയുന്ന തീം കിട്ടിയപ്പോൾ മനസ്സിൽ ആദ്യം വന്നത് ലെതർ കോസ്റ്റ്യൂമാണ്. കാരണം ലെതർ ജാക്കറ്റ്, ലെതർ ഹാറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു മൈൻഡിൽ വന്നത് ഹോളിവുഡ് മൂവീസിലൊക്കെ പോലെ. മാർക്കറ്റിൽ ഒരുപാട് ലെതർ ഫ്രാഗ്രൻസ് ഉണ്ട്. ഈ ലെതർ ശരിക്കും ഒരു റിച്ച് ആണ്. കാരണം നമ്മൾ ചോദിക്കാറില്ലേ, നീ ഉപയോഗിക്കുന്ന വാലറ്റ് ഒറിജിനൽ ലെതർ ആണോ, നിന്റെ ബാഗ് ഒറിജിനൽ ലെതർ ആണോ, ജാക്കറ്റ് ഒറിജിനൽ ലെതർ ആണെന്നുള്ള ചോദ്യം ഫേസ് ചെയ്യുന്നില്ല. അപ്പം ലെതർ എന്ന് പറയുന്നത് റിച്ച്നെസ് ആണ്. ഇപ്പം ഫുൾ ഓപ്ഷൻ കാർ വാങ്ങുമ്പോൾ കമ്പനി ഓഫർ ചെയ്യുക ലെതർ സീറ്റാണ്. അപ്പോൾ ഒരു റിച്ച് ഫ്രാഗ്രൻസ്. അപ്പോൾ ലെതറിൽ മാർക്കറ്റിലുള്ള എല്ലാ ഫ്രാഗ്രൻസും ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് സ്നിഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെറ്റി ഒന്ന് ചുളിയും, കുറച്ചൊരു കുത്തലുണ്ടാവും. ആ കുത്തലില്ലാത്ത ജെന്റിലായിട്ടുള്ള ഒരു ലെതർ ഫ്രാഗ്രൻസ് ആയിരിക്കണം അറബെല്ല ഫ്രാഗ്രൻസിൻ്റെ എന്നുള്ള ഒരു നിർബന്ധം എൻ്റെ ടീമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഫ്യൂഷനും ഈ ഒരു ബാച്ചിങ്ങിനും സമയമെടുത്തത്. നമ്മൾ കൊടുക്കുന്ന യമഹ XSR 155 കൂപ്പൺ ഇതൊന്ന് വാങ്ങിച്ചാൽ തന്നെ കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ കോമ്പോസിൻ്റെ കൂടിയാണ് കൊടുക്കാറ്. നല്ലൊരു ജെന്റിൽ ലെതർ ഫ്രാഗ്രൻസ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറബെല്ല ഫ്രാഗ്രൻസിൻ്റെ വില്ലൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.